ഗുണ്ടു ഈ ബസ്സിലെ കണ്ടക്ടറെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാണ്ടായി തന്നെ അങ്ങനെ ഒലിപ്പേര് കാണുമായിരുന്നു തട്ടിയും മുട്ടിയും. ഇങ്ങോട്ടാ പോകുന്ന വായുളി വാങ്ങിക്കാൻ പോകുന്നോ? എടി നീ ചൂടാകാനും ഒന്നും പറ്റിയില്ലല്ലോ. ചുമ്മാതിരി ഗുണ്ടു, എനിക്ക് ഇങ്ങനെ പോകുന്നവരെ ഇഷ്ടം. നല്ല രസമുണ്ടായിരുന്നു. ആഗ്രഹമല്ലേ? ഗുഡ് മോർണിംഗ്. എന്താ പറഞ്ഞേ? അല്ല, നല്ല സ്പീഡിൽ ബൈക്ക് ഓടിക്കുന്ന ആണുങ്ങളെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമെന്ന് പറയാം. അതുമല്ല, ഈ പുറകിലിരുന്ന് പോവാനും ഇഷ്ടമാ. എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടമാണ് സാർ ഇതൊക്കെ. എന്താ സാർ? ഒന്നുമില്ല. അല്ല, സാറിന് വണ്ടി ഓടിക്കാൻ അറിയാവോ? എനിക്കറിയില്ല, പക്ഷെ എനിക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ട്. പഠിക്കാൻ എളുപ്പമായിരിക്കും. പെട്ടെന്ന് പഠിക്കാൻ പറ്റും സാർ സൈക്കിൾ ബാലൻസ്. ഇപ്പൊ 2-1 ദിവസം. സാറിനും പോകാൻ ബൈക്കിലൊക്കെ ഇരുന്നെങ്കിൽ. സംഗീത ടീച്ചർ വന്നോ എന്തോ അല്ലേ? നമുക്ക് ക്ലാസ്സിൽ കാണാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അതെ, ഈ ബൈക്ക് ഓടിക്കുന്ന പുരുഷന്മാരെ ലേഡീസിനും അങ്ങനെ ഇഷ്ടമല്ലേ? പിന്നെ ഭയങ്കര ഇഷ്ടമാ സാറേ. അപ്പോൾ സംഗീത ടീച്ചർക്ക് ഇഷ്ടമായിരിക്കില്ലേ? അത് ചോദിച്ചു നോക്കണം. എന്തായാലും ബൈക്ക് ഓടിക്കാൻ ഞാൻ പഠിക്കും. സാറേ ചോദിക്കാൻ പോവായിരുന്നു. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ടീച്ചറെ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്തോ സാർ, ഇംഗ്ലീഷിലാണോ? അല്ല, പിന്നെ ബൈക്കിനെ പറ്റിയാ. ബൈക്കിനെ കുറിച്ച്? ആരുടെ ബൈക്കിനെ കുറിച്ച്? ഏത് ബൈക്കായാലും. വളച്ചിട്ട് കാര്യം എന്താന്ന് പറ സാർ. ടീച്ചറെ, എനിക്ക് ബൈക്കിന്റെ പുറകിലിരിക്കാൻ ഇഷ്ടമാണ്. എന്ത്? അല്ല, ടീച്ചർക്ക് ബൈക്കിന്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യാൻ ഇഷ്ടമാണെന്ന് ചോദിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ബൈക്കിന്റെ പുറകെ. ഭയങ്കര ഇഷ്ടമല്ലേ? എങ്കിൽ ഞാനൊരു ബൈക്ക്. ബൈക്ക്? ഗുഡ് മോർണിംഗ്. രണ്ടാളും നേരത്തെ എത്തിയോ? എനിക്ക് രാവിലെ ഇത്തിരി ജോലി ഉണ്ടായിരുന്നു. നിങ്ങൾ പിന്നെ രണ്ടുപേരും സിംഗിൾ ആയതുകൊണ്ട് ഇങ്ങോട്ട് ഓടി പോരാല്ലോ. സംഗീത ടീച്ചറിന്റെ സാരി കാണാൻ എന്തൊരു ഭംഗിയാ. ഇതൊക്കെ എവിടെ നിന്ന് എടുക്കുന്നത്? കടയിൽ. അതെ, ടീച്ചർ ഫസ്റ്റ് അവർ ഫ്രീ ആണെങ്കിലേ എൻ്റെ ക്ലാസ് ഒന്ന് നോക്കിയേക്കണേ. സാർ എവിടെ പോകുന്നു? അല്ല, എനിക്ക് പോയിട്ട് ഒരു അത്യാവശ്യമായിരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നെ തന്നെയാണ് പറഞ്ഞേ. എന്താ വിശേഷം? പിന്നെ എന്ത് വിശേഷം സാറേ? അങ്ങനെ പോണ്. ആകെ ക്ഷീണിച്ചോല്ലോ രവി. ഇത് ആഹാരം ഒന്നും കഴിക്കണല്ലോ എനിക്ക്. വൈറ്റാമിൻ കുറവുണ്ടോ? കണ്ടുകണ്ടറിയാം. സാറ് മലയാളം പഠിപ്പിക്കാൻ നിർത്തി സയൻസിലോട്ട് തിരിഞ്ഞ? ഇല്ല. എന്താ? അല്ല, സാധാരണ കാണുമ്പം വൃത്തവും കവിതയൊക്കെ ആണല്ലോ, ഇതിപ്പോൾ വൈറ്റമിൻ. ഈ ഭയങ്കര കോമഡി ആട്ടോ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര ഹ്യൂമർ സെൻസ് എനിക്ക്. എനിക്ക് കോമഡി സ്കിറ്റൊക്കെ ആയിരിക്കൂടെ ചാനലിൽ? സത്യം പറ, സാറിന് ലോട്ടറി വല്ലതും അടിച്ച? കല്യാണം വല്ലതും ഉറപ്പിച്ച? അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അല്ല, സാധാരണ ഈ സമയത്താണ് ആണുങ്ങൾക്ക് ഇങ്ങനെ പിരിവെട്ടണേ, അതുകൊണ്ട് ചോദിച്ചാണ്. അതെ, എനിക്ക് നിൻ്റെ ഒരു സഹായം വേണം. എനിക്ക് ആദ്യമേ തോന്നി സാർ എന്തോ സഹായത്തിനാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. അത് ഈ വണ്ടിയില്ലേ, വണ്ടി, ബൈക്ക്, സ്കൂട്ടറൊക്കെ, അതെനിക്കൊന്ന് ഓടിക്കാൻ പഠിക്കണം. ബൈക്ക് ഓടിക്കാൻ പഠിക്കണം. അപ്പോൾ അതാണ് കാര്യം. പഠിപ്പിക്കാം സാറേ, ധൈര്യമായിട്ട് പഠിപ്പിക്കാം. പക്ഷേ നമ്മളൊരു 3 പേര് കാണും. എടാ, ഞാൻ പൈസയൊക്കെ തരാം. അതാണ് 3 പേർക്കും പൈസ തരണം. 3 പേർക്കും പൈസ വേണം. അതിന് 3 പേര്? 3 പേര് വേണം സാറേ. അതായത് ഈ 2 വീലർ എന്ന് പറയുന്നതിന് 2 വീലല്ലേ ഉള്ളൂ. അപ്പൊ ഒരാൾ എപ്പോഴും ബാലൻസിങ്ങിന് വേണം. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഇതിന്റെ സ്പീഡ് കൺട്രോളിങ്, അതായത് ആക്സിലറേഷൻ. മൂന്നാമത്തെ ആളാണ് ബ്രേക്ക്, അതായത് സാർ എപ്പോൾ വണ്ടി നിർത്തണം, എപ്പോൾ നിർത്തണം തീരുമാനിക്കുന്നത്. ഇങ്ങനെ 3 പേരുണ്ടെങ്കിൽ മാത്രമേ 2 വീലർ പഠിക്കാൻ പറ്റൂ. ആണല്ലേ? അപ്പൊ അങ്ങനെയാണ് ഒരു പണി. എത്ര രൂപ വരും? 3 പേർക്ക് കൂടെ ഒരു 3000 രൂപ സാറേ. 3000 രൂപ വരും അല്ലേ? 3000 രൂപയ്ക്ക് 3000. ഒരു പണി, ഇപ്പം വേറെ ആരും അറിയണ്ട. 1 മണിക്കൂറിനകം ഞാൻ ഒരു ബൈക്ക് സംഘടിപ്പിച്ചിട്ട് ഗ്രൗണ്ടിൽ വരും. അങ്ങോട്ട് വന്നോ. പിന്നെ ഈ 3 പേരാരാ? ഞാൻ, മമ്മു, പുറിഞ്ചു. എൻ്റെ ദൈവം, ഇതാകെ. പിന്നെ വേറെ കാര്യമുണ്ട്. എന്ത് കാര്യം പഠിക്കാൻ പോകുമ്പോഴും നമ്മൾ അനുഗ്രഹം വാങ്ങിക്കുമല്ലോ. സാർ ആരെങ്കിലും അനുഗ്രഹം വാങ്ങിച്ചോണം, നമുക്ക് തരാൻ പറ്റൂല. അതൊക്കെ വാങ്ങിക്കാം കേട്ടോ. അതാ എത്തി, ഞാൻ എത്തി. പുറിഞ്ചു, എന്താടാ ഈ ആകാശത്തൂടെ പറന്ന് നടക്കണ പക്ഷിയൊക്കെ എന്ത് സുഖമായിരിക്കില്ലേ? അവർക്ക് പഠിക്കണ്ട, അരിയറ എഴുതണ്ട, സമ്പാദിച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കണ്ട, വെറുതെ ഇങ്ങനെ പറന്ന് നടന്നാൽ മതി. എന്ത് സുഖമായിരിക്കില്ലേ? അങ്ങനെ പറന്ന് നടക്കണതിൻ്റെ ഇടയിൽ ആൾക്കാർ തലയിൽ തൂറുകയും ചെയ്യാം. അത് മാത്രമാണ് ഇവരുടെ ഒരു നെഗറ്റീവ്. എന്റെ വീടിന്റെ അടുത്ത് ഒരു ചേട്ടൻ ഒരു പ്രാവിനെ വളർത്തി. നല്ല സൂപ്പർ പ്രാവ്. അങ്ങനെ ഒരു ദിവസം ആ ചേട്ടനും പ്രാവും തമ്മിൽ എന്തോ ഒരു കാര്യത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അന്ന് മുതൽ ആ ചേട്ടൻ ആ പ്രാവിനെ വീട്ടിൽ കയറ്റാതായി. ആ ദേഷ്യത്തില് ആ ചേട്ടൻ എവിടെ പോകുന്നു, ആ പ്രാവ് പിന്നാലെ കിടന്നു ആ ചേട്ടന്റെ തലയിൽ തൂറും. അപ്പോഴും ചേട്ടനുകളും ചെയ്യാൻ പറ്റുന്നു. ഒന്ന് പോടാ അവിടുന്ന്. സംഗതി പുളുവാണെങ്കിൽ കേൾക്കാൻ രസമുണ്ട്. പുളുവരുടെ സത്യം ഉണ്ട്. പോടാ.
ഡേയ് നീയൊക്കെ ഇവിടെ വെടിയും വെച്ചോണ്ട് കിടക്കണ. നമുക്കൊരു കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. കൊട്ടേഷനാ? കൊട്ടേഷൻ തുക എത്രയാണെന്ന് അറിയാമോ? എത്ര? 3000 രൂപ. 3000 രൂപയെ? വല്ല അടിയിടിയും പരിപാടിയാണ് ഞാനില്ലേ? ഇത് അടിയിടി ഒന്നുമല്ല, നമ്മളെ ബാബുലയ സാറിനെ ബൈക്ക് ഓട്ടിക്കാൻ പഠിപ്പിക്കണം. കാര്യമായിട്ട്. ആ പൂതി എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുള്ളി ഉടനെ ബൈക്കുമായിട്ട് ഗ്രൗണ്ടിൽ വരും. നമ്മളവിടെ ഉടനെ ഫാളിനാവണം. സാറേ, സാറിപ്പോൾ ഫ്രീ ആണോ? ജോലിയാണ് കണ്ടൂടെ? ഫ്രീയാ? അല്ല സാറ് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കണം? എന്തിന്? ഞാൻ ഒരു പുതിയ വിദ്യ പഠിക്കാൻ പോയ സാറേ. വിദ്യ പഠിക്കാൻ പോണം? അതെ. ആ, അപ്പോൾ സാർ എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. സാറാണല്ലോ കോളേജിൽ മുതിർന്ന അധ്യാപകൻ. ഞാൻ അനുഗ്രഹിക്കണം. അനുഗ്രഹിച്ചിരിക്കണം. എന്ത് വിദ്യ പഠിച്ചാലും നന്നായി വരും. ഗോഡ് ബ്ലസ് യു. ഒരുപാട് താങ്ക്സ് സാർ. ചെല്ലേ ആട്ടെ. അറിയാന്നുള്ള വിദ്യ നേരെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക അറിഞ്ഞൂടാ. വിദ്യ പഠിക്കാൻ നടക്കും. ഇയാളെ ശോഭിക്കാനൊന്നും നമ്മളില്ല. വിദ്യ അനു, നിന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കരുതെന്ന്. ആ ഫോണിൽ തന്നെ. വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചു. വീട്ടിൽ നിന്ന് അച്ഛൻ വിളിക്കാൻ കണ്ട സമയം ഇതാണോ? എന്താ സാർ? ഞാൻ വിളിച്ചത് ബുദ്ധിമുട്ടായില്ലല്ലോ? ക്ലാസ് എടുത്തോണ്ടിരിക്കുവല്ലേ സാർ, ബുദ്ധിമുട്ടായി. കാര്യം പറ. അല്ല, ഞാനൊരു പുതിയ കാര്യം തുടങ്ങാൻ പോയണേ. ഈ പ്രായത്തിലോ? എനിക്കത്ര പ്രായമൊന്നുമില്ല, ഞാൻ ചെറുപ്പക്കാരനാ. എന്റെ അച്ഛനെ സാറിന്റെ ഫോട്ടോ കാണിച്ചപ്പോ പറഞ്ഞല്ലോ അച്ഛന്റെ ജൂനിയറായിട്ട് പഠിച്ച സാറിന്. അത് ഞാനാ? സാർ തന്നെ. അയ്യ, അച്ഛന്റെ കണ്ണിനുള്ള കുഴപ്പമുണ്ടോ? എന്റെ അച്ഛന്റെ കണ്ണിന് ഒരു കുഴപ്പവും ഇല്ല. അല്ലെങ്കിൽ ആള് മാറി കാണും. ടീച്ചറിനൊന്ന് വിട്ടേ, ഇവിടെ ഞങ്ങൾക്ക് പോഷൻ തീർക്കാനുള്ളതാ. പുതിയ കാര്യം പഠിക്കാൻ കണ്ട സമയം. ടീച്ചറെ, എനിക്കൊണ്ട് പ്രാർത്ഥിക്കണേ. എവിടെയാണ് സാറ്? നീ വരൂലേ? നീ നാക്കെടുത്ത് കളക്കാടെ. സാറ് ഒന്നല്ലേലും വേണ്ടില്ല, പൈസ കിട്ടിയാൽ മതിയായിരുന്നു. 3000 രൂപ പറഞ്ഞാൽ ചില്ലറ കേസല്ല. ദേവറിന് മഹാലക്ഷ്മി തള്ളിക്കൊണ്ട് വരണം, പിന്നെ അങ്ങനെ ഓട്ടിച്ചോണ്ട് വന്നു. നിങ്ങൾ വന്നിട്ട് അധികം സമയമായാ? സാറേ, ഒരു വിദ്യാർത്ഥിക്ക് ആദ്യം വേണ്ടത് കൃത്യനിഷ്ഠയാണ്. ഐ മീൻ പഞ്ച്വാലിറ്റി. വിദ്യാർത്ഥിയാ? ചേട്ടാ, ഞാൻ ഈ വണ്ടി സംഘടിപ്പിക്കാൻ പോയതാ. ഇതെന്റെ കൂട്ടുകാരന്റെ വണ്ടിയാ. ചിലപ്പോൾ എനിക്ക് ഒതുങ്ങി കിട്ടുവാ. അപ്പൊ എന്തായാലും നമുക്കങ്ങ് തുടങ്ങാം. ആദ്യം സാർ ദക്ഷിണ വയ്ക്കാം. ദക്ഷിണ വെക്കാം. പറഞ്ഞ കാശൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. 3001. അപ്പൊ ഐശ്വര്യമായിട്ട് കാലോട്ട് എഴുതിട്ട് ഞാൻ പഠിക്കട്ടെ. കാലോട്ട് എഴുതിട്ട് തുടങ്ങാം. കയറിക്കോ സാർ. കാരണം വലത് കാലം ചേരണം സാറേ. എന്താ ബാക്കിൽ കയറണത് സാറേ? ഇത് ഇങ്ങനെ പെടാപ്പാട് കിടന്ന കാര്യമൊന്നുമില്ല. ഇതാ നോക്കിയേ, ഇത് ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കാം. വേണ്ടാ സാറേ, സാറിന് സൈക്കിൾ ബാലൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇറങ്ങി. ആ, അപ്പൊ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കുക സാറേ, ഇതാണ് താക്കോൽ. ഇത് വലത്തോട്ട് ഓണ്, ഇടത്തോട്ട് ഓഫ്. വലത്തോട്ട് ഓണ്, ഇടത്തോട്ട് ഓഫ്. ഓണാക്കിയ ശേഷം സ്വിച്ച് ഇത്രയും പറഞ്ഞ സാറിന് ഓക്കെയാണ്. മനസ്സിലായ? ആ, കയറണം. സ്റ്റാൻഡ് ആര് തട്ടും? അങ്ങനെയല്ല, പഠിക്കുന്ന സമയത്ത് അങ്ങനെയാണ്. ആ സാർ, സോറി സാർ. അപ്പൊ ഇതെങ്ങനെ ഓടിക്കണേ? അതാണ് അടുത്ത് പഠിക്കാൻ പോണേ. സാർ ആദ്യം വണ്ടി ഓൺ ചെയ്തേ. ഓണാക്കി. ആ, ഓണാണ്. ഓണാക്കി. സ്റ്റാർട്ടായി. ഇനി പയ്യ ആക്സിലേറ്റർ കൊടുത്താണ്. പയ്യ 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 സർ മെല്ലെ പയ്യ പയ്യ. എന്റെ സാറേ, ഇത് ആക്സിലേറ്റർ കൊടുത്ത് ഇങ്ങനെ കൊടുക്കാൻ പാടില്ലത്. ആക്സിലേറ്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം. നീ ഇടപെടല്ലേ? നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നല്ലേ അതാണ്. ഇങ്ങനെ ബാക്കിൽ ഒരാൾ കയറി ശരിയാവും. സൈഡ് പിടിച്ചോ സാറേ. ഓക്കെ, പിടിക്കും. ആ, അതൊക്കെ സൂക്ഷിച്ചു. ഇങ്ങനെ ഇങ്ങനെ പിടിക്കും. ഞങ്ങൾ മൂന്നുപേരും കൂടെ പറഞ്ഞാൽ കാര്യം നടക്കുള്ളൂ. സാർ ആദ്യം വണ്ടി ഓഫ് ചെയ്യും. വണ്ടി സ്റ്റാർട്ട് ചെയ്താണ്. സാർ അങ്ങനെ അങ്ങനെ കൊടുക്കരുതെന്ന്. പയ്യെ ആക്സിലേറ്റർ പയ്യെ കൊടുക്കും. പയ്യെ കൊടുത്തു. പയ്യെ പയ്യെ കൊടുത്തു. പതുക്കെ പതുക്കെ.
നിങ്ങളടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞുവേ ശരീരം ഇളക്കല്ലെന്ന്. ഈ സാറന്മാരെ പഠിപ്പിക്കാൻ പറ്റിയ പാടാ. അതിന് കൈയെടുക്കുക. സാറേ പയ്യെ ആക്സിഡന്റ് കൊടുത്ത് പയ്യെ പോണു സാറേ. ആവശ്യമുണ്ടാകുമ്പോൾ ബ്രേക്ക് യൂസ് ചെയ്തോ. ആവശ്യമുണ്ടാകുമ്പോൾ ബ്രേക്ക് യൂസ് ചെയ്തോ. അച്ഛേ